നമസ്കാരം. ധർമ്മസ്ഥല കേസിൽ അടിമുടി ദുരൂഹത തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിനേറെ അകലെയാണ് ഇപ്പോഴും ഈ കേസ് നിൽക്കുന്നത്. മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി ആരുടേതാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലേതല്ല എന്ന് ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിലൂടെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ചിന്നയ്യ നടത്തിയ മൊഴിയിലെ വൈരുദ്ധ്യമാണ് ധർമ്മസ്ഥല കേസിൽ വൻ ട്വിസ്റ്റിലേക്ക് അന്വേഷണ സംഘത്തെ ഇപ്പോൾ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. തന്റെ മൊഴികൾക്ക് ആധാരമായി ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടി പുരുഷൻ്റേതാണെന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഈ തലയോട്ടി ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീയുടേതാണ് എന്നായിരുന്നു ചിന്നയ്യയുടെ മൊഴി. എന്നാൽ ഇതാരുടേതാണ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച ആസൂത്രണം നടന്നത് 2023 ചിന്നയ്യ പറയുന്നത്. ഒരു സംഘം തന്നെ സമീപിക്കുകയായിരുന്നുവെന്നും 2 ലക്ഷം രൂപ നൽകിയെന്നുമാണ് ചിന്നയ്യ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പബ്ലിസിറ്റി ആഗ്രഹിച്ചാണ് കോളിളക്കമുണ്ടാക്കുന്ന ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിയതെന്നും ചിന്നയ്യയ്ക്ക് മാനസിക വെല്ലുവിളിയുണ്ട് എന്നും പറഞ്ഞ് ഇയാളുടെ ഭാര്യ രംഗത്ത് വന്നതും നമ്മൾ കണ്ടതാണ്. അതേസമയം യൂട്യൂബർ സമീറിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ് പോലീസ്. ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി. കഴിഞ്ഞ ദിവസം 5.5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നു ഇയാളെ. സമീറിന്റെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച SIT പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. 1995, 2014 കാലഘട്ടത്തിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 100ഓളം പേരുടെ മൃതദേഹങ്ങൾ ഭീഷണിക്ക് വഴങ്ങി ധർമ്മസ്ഥലയിലെ പല ഭാഗങ്ങളിലായി കുഴിച്ചിട്ടു എന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളി ചിന്നയ്യയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലെത്തിയാണ് ഇയാൾ പരാതി നൽകുന്നത്. കാര്യമായ അന്വേഷണം നടക്കാതായതോടെ ഇയാൾ കോടതിയിൽ നേരിട്ട് ഹാജരായി മൊഴിയും തെളിവും നൽകി. ഈ കാലയളവിൽ ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളിയായി ജോലി ചെയ്തയാളാണ് താനെന്ന് പറഞ്ഞായിരുന്നു പോലീസിനും അതുപോലെ തന്നെ കോടതിക്ക് മുന്നിൽ ചിന്നയ്യ എത്തിയത്. ഈ കാലഘട്ടത്തിൽ കൊലപാതകം, ലൈംഗികാതിക്രമം തുടങ്ങിയ കുറ്റകൃത്യങ്ങളുടെ ഇരകളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായെന്ന് കാണിച്ച് ജൂലൈ 3 പരാതി നൽകുന്നത്. ജൂലൈ 11 ഇയാൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാവുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. താൻ തന്നെ കുഴിച്ചെടുത്തതാണെന്ന് പറഞ്ഞ് അസ്ഥികൂടത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൈമാറുകയും ചെയ്തിരുന്നു. കണ്ടെടുത്ത അവശിഷ്ടങ്ങൾ ഒരു സ്ത്രീയുടേതാണെന്നാണ് ഇയാൾ ആദ്യം അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് ഫോറൻസിക് സയൻസ് ലബോറട്ടറി റിപ്പോർട്ടിൽ ഇത് പുരുഷൻ്റേതാണെന്ന് സ്ഥിരീകരിച്ചതോടെ കള്ളസാക്ഷി പറഞ്ഞതിന് അന്വേഷണ സംഘം ഇയാൾക്കെതിരെ കേസെടുത്തു. പരാതി നൽകിയത് മുതൽ ഇദ്ദേഹം വിറ്റ്നസ് പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിലായിരുന്നു. എന്നാൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുക്കുന്നതിന് മുൻപ് വെള്ളിയാഴ്ച രാത്രിയോടെ ഈ സംരക്ഷണം പിൻവലിച്ചു. ശനിയാഴ്ച അയാളുടെ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തി. മുൻ ശുചീകരണ തൊഴിലാളിയുടെ ആരോപണത്തെ തുടർന്നാണ് സംസ്ഥാന സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതുവരെ 17 വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഖനനം നടത്തി. ഇതിൽ 6-ാം നമ്പർ സ്ഥലത്ത് നിന്നും 11-ാം നമ്പർ സ്ഥലത്തിനടുത്തുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിൽ നിന്നും മാത്രമാണ് അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാനായത്. ചിന്നയ്യ പറഞ്ഞ 100-ലേറെ പേരിൽ നിന്ന് ആകെ കിട്ടിയത് 2-ഓ 3-ഓ മാത്രം. ഇതാണ് ചിന്നയ്യെ സംശയിക്കാനിടയാക്കിയ മറ്റൊരു കാരണമായി മാറിയത്. മകളെ ധർമ്മസ്ഥലയിൽ കാണാതായെന്ന് പോലീസിൽ പരാതി നൽകിയ സുജാത ഭട്ട പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയതും കേസിൽ വഴിത്തിരിവായി. മകളെ കാണാനില്ല എന്ന് പറഞ്ഞത് ഭീഷണിക്ക് വഴങ്ങിയാണ് എന്നായിരുന്നു സുജാത ഭട്ടിൻ്റെ വെളിപ്പെടുത്തലുണ്ടായത്. പിന്നീട് തനിക്ക് അനന്യ ഭട്ട് എന്നൊരു മകളില്ല എന്നും ഭീഷണി സഹിക്കവയ്യാതെയാണ് ധർമ്മസ്ഥലയിൽ മകളെ കാണാനില്ല എന്ന പരാതിയുമായി രംഗത്തെത്തിയതെന്നും അവർ പറയുകയായിരുന്നു. സുജാതയ്ക്ക് മകളില്ല എന്നും വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ പറയുന്നതെന്നും സഹോദരനും പറഞ്ഞതോടെയാണ് ആശയക്കുഴപ്പത്തിലേക്ക് കൂടുതലെത്തിയത്. അവർ 9-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ട് പോയതാണ്. 40 വർഷത്തിനിടയിൽ അത്യപൂർവമായി ഞങ്ങളെ സന്ദർശിച്ചിട്ടുണ്ട്. കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല. 1 വർഷത്തിന് മുൻപ് വീട്ടിൽ വന്നു. മംഗളൂരുവിലാണ് താമസമെന്നും ഇപ്പോൾ കോടീശ്വരിയാണെന്നും പറഞ്ഞു. അപ്പോൾ പോലും മകളെക്കുറിച്ചോ കുടുംബത്തെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറയുകയാണ്. ഈ ആശയക്കുഴപ്പങ്ങൾക്കിടയിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സുജാത ഭട്ടിന് നോട്ടീസ് നൽകിയിരുന്നു. ബെൽത്തങ്ങാടിയിലെ SIT ഓഫീസിൽ ഹാജരാകാനും മകൾ അനന്യ ഭട്ടുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കാനും SIT അവരോട് ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അവർ തടിയൂരിയത്. തൻ്റെ മകൾ അനന്യ ഭട്ട് മംഗളൂരുവിലും മണിപ്പാലിലും മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു എന്നായിരുന്നു സുജാത ഭട്ട് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ
ഈ സ്ഥാപനങ്ങളിലെ ഔദ്യോഗിക രേഖകളിലൊന്നും അനന്യ ഭട്ടിൻ്റെ പേരിൽ അഡ്മിഷൻ രേഖകൾ നിലവിലില്ല എന്നും SIT കണ്ടെത്തുകയായിരുന്നു. പാസ്പോർട്ട് വലുപ്പത്തിലുള്ള ഒരു ഫോട്ടോയല്ലാതെ അവർ ജീവിച്ചിരുന്നു എന്നതിന് മറ്റൊരു തെളിവും ഇതുവരെയും ഹാജരാക്കാൻ സാധിച്ചില്ല. ഇതെല്ലാം യാഥാർത്ഥ്യത്തിലേക്ക് എത്താനുള്ള ചൂണ്ടുപലകകളായി മാറുകയായിരുന്നു. ഏതെങ്കിലും സംഘടിത ശക്തി ഇവർക്ക് പിന്നിലുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട്. ഇനി ധർമ്മസ്ഥലയ്ക്കെതിരെ നിരവധി YouTube ചാനലുകളാണ് കുപ്രചാരണം നടത്തിയത്. ഇവരെ ആരാണ് രംഗത്തിറക്കിയത്? ഇതിനെല്ലാം വ്യക്തമായ ഉത്തരം ഇനി കണ്ടെത്തേണ്ടതുണ്ട്.